ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫിഷ് നിർവാണ വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും എങ്ങനെയാണ് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതെന്നാണ്. മീൻ വിഭവങ്ങൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? മലയാളികളായ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫിഷ് നിർവാണ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ വെള്ള ആവോലിയാണ്. ഇത് അധികം വലിപ്പമില്ലാത്ത ഒരു മീഡിയം ടൈപ്പിലുള്ള ചെറിയ ആവോലി. അപ്പം നിങ്ങൾക്ക് ഏത് മീൻ വേണേലും ഉപയോഗിക്കാം. ദശ കട്ടിയുള്ള ഏത് മീനും ഉപയോഗിക്കാം. നെയ്മീനോ അങ്ങനെയൊക്കെയുള്ള ഏത് മീനായിരുന്നെങ്കിലും. ഇപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ഇടുക. അപ്പം മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ഉപയോഗിച്ചോണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരല്പം ഉലുവാപ്പൊടി. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചതാണ്. അതും കൂടെ ഞാനൊരല്പം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒരല്പം ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കണം, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ ഈ മീൻ 10 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ മീൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. ഒരു 2-3 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഈ വെളുത്ത ആവോലി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ മണ്ണ് പുരണ്ടതുപോലെയുള്ള ഒരു ടൈപ്പ് ആവോലി കിട്ടും. അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മറ്റുള്ള ആവോലിയേക്കാളും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ മീനെല്ലാം ഒന്ന് തിരിച്ചിടാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് എടുക്കാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു മൺചട്ടി എടുക്കുക. മൺചട്ടി ഇല്ലാത്തവർ നല്ല ചൂട് കട്ടിയുള്ള ഏതെങ്കിലും കടായി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കാം. ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു വാഴയില എടുത്ത് നല്ലതായിട്ട് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് വയ്ക്കുക. ഞാനിവിടെ ഒരു വാഴയിലയും കൂടെ വയ്ക്കുന്നുണ്ട്. ഇത് ഇല പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ അങ്ങ് വയ്ക്കുക. എന്നിട്ട് ഒരല്പം ഓയിൽ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വയ്ക്കാം. ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഞാൻ വയ്ക്കുന്നത് കുറച്ച് മാങ്ങയാണ്. ഈ മാങ്ങ നിങ്ങൾക്ക് ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു മാങ്ങയുടെ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ മാങ്ങ വയ്ക്കുന്നത്. അപ്പോൾ മാങ്ങ കിട്ടാത്തവർ ഒന്നുകിൽ ടൊമാറ്റോ വെക്കാം, ഇലിമ്പിപ്പൊടി വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളിയുള്ള എന്താണോ അത് വയ്ക്കുക. അപ്പം ഞാൻ കുറച്ച് മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് വേണ്ടത് കുറച്ച് പച്ചമുളക്, അതും നീളത്തിൽ കീറിയെടുത്താണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അങ്ങോട്ട് ചേരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല കോമ്പിനേഷനാണത്. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറുക. ഇനി നമുക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഇഞ്ചി അരിഞ്ഞതും ഈ ബാക്കിയിരിക്കുന്ന പച്ചമുളകും പിന്നെ ഒരല്പം മാങ്ങ അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ടൊമാറ്റോ അരിഞ്ഞത് ഇതിലേക്ക് വയ്ക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ അങ്ങ് വയ്ക്കുക. വേണമെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് എടുത്തോളൂ, ഒരല്പം ഉപ്പ്. ഇനി വേണ്ടിയത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇത് തേങ്ങാപ്പാലിൻ്റെ 1ാം പാലാണ്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ അങ്ങ് ഒഴിക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കണം. ഞാനൊരു ഇല കൊണ്ടും കൂടെ ഒന്ന് അടയ്ക്കുകയാണ്. ഇതുപോലെ ഒന്ന് അടച്ചിട്ട് അടപ്പും കൂടെ വെച്ച് നല്ലതായിട്ട് അടച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിലൊരു 6-7 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മീഡിയം തീ മതി, ഒരുപാട് കൂട്ടണ്ട, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരാനും ഒക്കെ സമയമെടുത്തു. നമുക്കിനി ഇതൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാൻ പോവാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണ റെഡി ആയിട്ടുണ്ട്. ഈ വാഴയിലയുടെ ഒരു ടേസ്റ്റും മീനും മാങ്ങയും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ ഒരു പ്രത്യേക ഒരു രുചി തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാനിത് നല്ലതായിട്ട് കാണിക്കാം. അപ്പോഴും നിങ്ങളെല്ലാവരും കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയ ഈ ഫിഷ് നിർവാണ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ മീൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു രുചിയിൽ. അത് കാരണം നിങ്ങൾക്കിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തേങ്ങാപ്പാലിൻ്റെയും മാങ്ങയുടെയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതൊരു പ്രത്യേകത തന്നെയാണ്. അതിൻ്റെ കൂടെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കാൻ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.